ലാലി വിൻസെന്റ്, ഇവിടെ ഇവിടെ ആ തട്ടിപ്പങ്ങനെ വളർന്ന് അതിന്റെ വ്യാപ്തി വല്ലാതെയായി, അത് 1000 കോടിയാണോ അതിന് മുകളിലേക്കാണോ എന്നൊക്കെയുള്ള സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഈ പറയുന്ന നവകേരള യാത്രയ്ക്ക് അനന്ത് പണം നൽകി, മുൻ ചീഫ് സെക്രട്ടറി പോലീസുമായി ബന്ധിപ്പിച്ചു കൊടുത്തു തുടങ്ങിയ ആരോപണം ഉന്നയിച്ച് കണ്ടു. അത് അത് ഉത്തരവാദിത്ത ബോധത്തോട് ഉന്നയിച്ച ആരോപണങ്ങളാണോ ശ്രീമതി ലാലി വിൻസെന്റ്? ഒന്നാമത്തെ കാര്യം, തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. രണ്ടാമത്തെ കാര്യം, ആരോപണങ്ങളല്ല. ഒക്ടോബർ 3-ാം തീയതിയാണ് മൂവാറ്റുപുഴ CI അനന്തകൃഷ്ണന്റെ ഈയാട്ടുമുക്കിലുള്ള ബാങ്കിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നത്. ഒക്ടോബർ 5-ാം തീയതി അനന്തുവിന് വേണ്ടി ഞാൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാൻ ചെന്നതാണ്. അവിടുത്തെ SI ആണ് എന്നോട് 1 മണിക്കൂറോളം ഇരുന്ന് ഈ അക്കൗണ്ടിലെ ഡീറ്റെയിൽസും ഈ അക്കൗണ്ട് മരവിപ്പിക്കാനുണ്ടായ സാഹചര്യങ്ങളും പറഞ്ഞു തന്നത്. അപ്പോൾ മാത്രമാണ് ഈ കേസിന്റെ ഗ്രാവിറ്റി എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ അനന്തുവിന് വേണ്ടി ഒരുപാട് കരാറുകൾ തയ്യാറാക്കി കൊടുക്കുകയും അനന്തുവിന്റെ കമ്പനികളുമായുള്ള ഇടപാടുകളിൽ, ഈ ബിസിനസ് ഇടപാടുകളിൽ കരാറുകൾ തയ്യാറാക്കാനുള്ള ടേംസുകൾ ഡിസ്കസ് ചെയ്യാനിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവരുടെ അക്കൗണ്ടിലെ വരവ് ചെലവുകൾ എനിക്ക് അറിയില്ലായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ അന്ന് ക്ഷീണമാണ്, പള്ളിപ്പെരുന്നാൾ കാരണം പനി ഉണ്ടായതുകൊണ്ട് വിശ്രമമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടില്ല. SI വളരെ ത്തോടെ ഈ അക്കൗണ്ടിലെ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഈ കേസിലെ അപകടങ്ങൾ എനിക്ക് മനസ്സിലായതാ. ഇത് ഞാൻ അനന്തകൃഷ്ണനെ അറിയിച്ചപ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞത് NGO കോൺഫെഡറേഷനിലെ ആളുകളുമായി ഡിസ്കസ് ചെയ്ത് വേണ്ടത് ചെയ്യാം മാഡം എന്ന് പറഞ്ഞു. ഈ NGO കോൺഫെഡറേഷനിലെ ബീന സെബാസ്റ്റ്യൻ എറണാകുളംകാരിയാണ്. ബീന സെബാസ്റ്റ്യൻ കൾച്ചറൽ അക്കാഡമി ഫോർ പീസ് എന്നാണ് അവരുടെ സംഘടനയുടെ പേര്. അവരും കോഴിക്കോട് നിന്ന് ബേബി, അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന എബ്രഹാമിന്റെ ബന്ധുവാണ്. പിന്നെ ഒരു ജോൺ കൊച്ചനിയൻ എന്ന് വിളിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവ്, പിന്നെ ഒരു പ്രസാദ്, പിന്നെ SC/ST ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ആയിരുന്ന ഒരു ജയൻ, ഇത്രയും പേര് കൂടെ തിരുവനന്തപുരത്ത് പോവുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും എബ്രഹാം DIGയെ കാണാനായി അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കുകയും ഇവർ DIGയെ കാണാൻ പോയി കാര്യങ്ങളെല്ലാം പറയുകയും പരാതികൾ കൊടുക്കുകയും DIG അവിടെ നിന്ന് ആലുവ SP അന്വേഷിക്കാൻ പറയുകയൊക്കെ ചെയ്ത സംഭവം സത്യമായ കാര്യങ്ങളാണ്. ഇത് ഒക്ടോബർ മാസം 5-ാം തീയതിക്ക് ശേഷം സംഭവിച്ചിട്ടുള്ളതാണ്. നവകേരള യാത്രയ്ക്ക് പണം കൊടുത്തിട്ടുണ്ടോ അനന്തു? നവകേരള സദസ്സിനെ പ്രിന്റർ ഷോപ്പിന്റെ ഭാര്യയ്ക്ക് 7 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു എന്ന് അനന്തുവിന്റെ 5 സ്റ്റാഫ് ഇരിക്കലെ പോലീസിനോട് പറയുന്നത് സ്റ്റാഫ് കേട്ടിട്ട് ഞാൻ അപ്പോൾ തന്നെ അനന്തുവിന്റെ അക്കൗണ്ടന്റിനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പണം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഉണ്ട് മാഡം, ഞാൻ അതിന്റെ എല്ലാം ലിസ്റ്റ് എടുക്കുകയാണ് പോലീസിന് കൊടുക്കാൻ, ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതിന്റെ ലിസ്റ്റ് എടുക്കുകയാണ് എന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, നവകേരള സദസ്സിന് ഞാൻ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് മാഡം എന്ന് എപ്പോഴോ ഒരു ഇന്ന് അനന്തു മൊഴിയെടുപ്പിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ശ്രീമതി ലാലി വിൻസെന്റ്. അനന്തുവിന്റെ അഭിഭാഷക എന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ച് അറിവുള്ളതാണോ? എനിക്ക് അനന്ത് പണം കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല. കാരണം അനന്ത് ഒരുപക്ഷെ ഞാൻ ജയിലിൽ ചെന്ന് കണ്ടിരുന്നെങ്കിൽ ഇതെല്ലാം എന്നോട് സംസാരിച്ചേനെ. പക്ഷെ ഞാൻ ഈ കണ്ണൂർ കേസിൽ പ്രതിയായി വന്നതുകൊണ്ട് ജയിലിൽ ചെന്ന് അനന്തുവിനെ കാണാൻ പോയില്ല. പോലീസ് അനുവദിക്കില്ലല്ലോ, കൂട്ടുപ്രതി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അവമാനമായി വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് 45 ലക്ഷത്തിലധികം രൂപ വക്കീൽ ഫീസ് ഇനത്തിൽ അനന്ത് തന്നിട്ടുണ്ട് അല്ലേ? തന്നിട്ടുണ്ട്. വക്കീൽ ഫീസ് ഇനത്തിൽ അത് ഒറ്റ ദിവസം കൊണ്ടല്ല, 2-3 വർഷത്തെ ജോലിയുടെയാണ്. ഞാൻ 21 മുതൽ അനന്തുവിന്റെ കേസുകൾ നടത്തുന്നുണ്ടല്ലോ. 2-3 വർഷത്തെ ജോലിയുടെയാണ്. അതിനെനിക്ക് കൃത്യമായ കണക്കുണ്ട്. കുറെ രൂപ കോടതിയിൽ കിട്ടിയതാണ് അനന്തുവിന്റെ കേസിന് വേണ്ടിയിട്ട്. അതെല്ലാം ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും.
എങ്കിലും ശ്രീമതി ലാലി വിൻസെന്റ്, ഇത് പൊതുജനത്തിന്റെ പണമാണെന്ന് താങ്കൾക്കറിയാം. ഇത് പൊതുജനത്തിന്റെ പണം മാത്രമാണ്, അല്ലാതെ ഈ അനന്തുവിന് ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന ശമ്പളമല്ല താങ്കൾക്കറിയാം. ഉറപ്പായും താങ്കൾക്ക് വക്കീൽ ഫീസ് വാങ്ങാനുള്ള 100% അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത് പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണമാണ് എന്ന ബോധ്യത്തിൽ തന്നെയാണോ ആ വക്കീൽ ഫീസ് താങ്കൾ വാങ്ങിയത്, ശ്രീമതി ലാലി വിൻസെന്റ്? അല്ല, ഞാൻ വാങ്ങിയത് അനന്തുവിന്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ എന്നുള്ള രീതിയിലാണ്. അനന്തുവിന്റെ 3 സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസറാണ് ഞാൻ. ആ 2 സ്ഥാപനങ്ങൾ, ഒന്ന് LLPയും ഒന്ന് കമ്പനിയുമാണ്. കമ്പനിയിൽ നിന്ന് കമ്പനി ഡയറക്ടർ എനിക്ക് ഫീസ് തരുമ്പോൾ കമ്പനി ഡയറക്ടർക്കും കമ്പനിയിൽ നിന്ന് ആദായം എടുക്കാൻ നിയമപ്രകാരം വകുപ്പുണ്ട്. അതുമാത്രമല്ല, അനന്തു ഇടപെട്ടിട്ടുള്ള വലിയ വലിയ കമ്പനികളുമായി ചെയ്തിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്ന് അനന്തുവിന് കിട്ടിയിട്ടുള്ള ഈ മാർക്കറ്റിംഗ് ഫണ്ട്, അഡ്വർടൈസ്മെന്റിന് അവർ ചെലവാക്കുന്ന പൈസയുടെ തോതനുസരിച്ച് അനന്തുവിന് ലഭിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ഫണ്ട്, അതല്ലെങ്കിൽ അനന്തു ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റുകളുടെ കമ്മീഷൻ, ഏത് രീതിയിൽ പറഞ്ഞാലും അതെല്ലാം അനന്തുവിന്റെ കമ്പനിക്ക് അവകാശപ്പെട്ട പൈസയാണ്. അതിൽ നിന്നാണ് എനിക്ക് തന്നിട്ടുള്ളത്. ശ്രീമതി ലാലി വിൻസെന്റ് തുടക്കത്തിൽ പറഞ്ഞതൊരു തട്ടിപ്പാണെന്ന് താങ്കൾ പറയില്ല എന്ന് പറഞ്ഞു. അത് ഉറപ്പായും ഈ പറയുന്ന അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ അഭിഭാഷക എന്നുള്ള സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ ലാലി വിൻസെന്റിനെ കേരളത്തിന് അറിയാവുന്നത് ഏതെങ്കിലും അഭിഭാഷക എന്ന നിലയ്ക്കല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്കാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്തത്തേക്കാൾ വലുതായി താങ്കളുടെ അഭിഭാഷക വൃത്തിയെ കാണുന്നുണ്ടോ, ശ്രീമതി ലാലി വിൻസെന്റ്? എന്റെ അഭിഭാഷക വൃത്തിയിലും എന്റെ രാഷ്ട്രീയത്തിലും ഞാൻ പരമാവധി സത്യസന്ധതയും മര്യാദയും ആത്മാർത്ഥതയും കാണിച്ചിട്ടുണ്ട്. കക്ഷിയെ ഉപദേശിക്കുക, കക്ഷിക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതും എന്റെ തൊഴിലിന്റെ ഭാഗമാണ്. അത് ഞാൻ ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട്. അനന്തു എനിക്ക് തന്നിരിക്കുന്ന ഫീസ് പൊതുജനങ്ങളുടെ പൈസയാണോ അല്ലയോ എന്ന് അനന്തു തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അനന്തുവിന് കമ്പനികളിൽ നിന്ന് ലഭിച്ച കമ്മീഷനുകളിൽ നിന്നും അനന്തുവിന്റെ കമ്പനിക്ക് കമ്പനി ഡയറക്ടർ എന്ന രീതിയിൽ എടുക്കാൻ കഴിയുന്ന പൈസയിൽ നിന്നും തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി പൊതുജനത്തിന്റെ പൈസയായിരുന്നു അത്. അല്ലെ, അനന്തു ചെയ്ത ബിസിനസ് എന്താണ്? അത്തരത്തിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ വരുമാനം വരുന്ന അനന്തു ചെയ്യുന്ന ബിസിനസ് എന്താണ്, ശ്രീമതി ലാലി വിൻസെന്റ്? അത് അറിവുണ്ടോ? പിന്നെ അനന്തുവിന്റെ 2 കമ്പനികളും എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് 10 തരം പ്രോഡക്റ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഈ 50% മോട്ടോർ ബൈക്കുകൾ മാത്രം, സ്കൂട്ടറുകളല്ല, ലാപ്ടോപ്പുകളല്ല, ഗൃഹോപകരണങ്ങളല്ല, തുന്നൽ മെഷീനല്ല, കാർഷിക ഉപകരണങ്ങളല്ല, കാർഷിക വസ്തുക്കളല്ല. അങ്ങനെ നോക്കിയാൽ ഒരു അല്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ഒരു 10-20 കമ്പനികളുമായി 10ഓളം പ്രോഡക്റ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. AC ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, വീട്ടിലെ ഗൃഹോപകരണങ്ങളുണ്ട്. ഇതൊക്കെ പകുതി വിലക്ക് എന്ന് പറയുന്നത് ബാക്കി പകുതി തട്ടിപ്പാണ് എന്നുള്ളതാണല്ലോ പോലീസ് പറയുന്നത്. അതിന്റെ പേരിലാണല്ലോ കേസെടുത്തിരിക്കുന്നത്, അതിന്റെ പേരിലാണല്ലോ അന്വേഷണം, ശ്രീമതി ലാലി വിൻസെന്റ്. അതിനകത്ത് സംഭവിച്ച ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു വക്കീൽ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയത്, 50% പൊതുജനങ്ങളിൽ നിന്ന് അനന്തവുമായി ബന്ധപ്പെട്ട NGO കോൺഫെഡറേഷനിലെ NGOs നൽകുകയും പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് നൽകുകയും ബാക്കി 50% CSR ഫണ്ട് അട്രാക്ട് ചെയ്ത് അത് വരുത്തി ജനങ്ങൾക്ക് 100% വാഹനങ്ങൾ കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവരുടെ വർക്കിന്റെ കോൺട്രാക്ട്. കൺസെപ്റ്റ്. പക്ഷേ തുടക്കം മുതലേ ഏതെങ്കിലും CSR 5 പൈസ വന്നിട്ടില്ല, അതിന്റെ പേരിൽ പദ്ധതി നിർത്തിവെക്കപ്പെട്ടിട്ടില്ല, അതങ്ങനെ തുടർന്നു. 5 പൈസ CSR ഒരു കമ്പനിയിൽ നിന്ന് വന്നുമില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന തട്ടിപ്പ് ബിസിനസ് മോഡൽ അങ്ങനെ തുടർന്നു വന്നുകൊണ്ടാണല്ലോ ഇത് കേരളത്തിൽ അങ്ങ് മഞ്ചേശ്വരം മുതൽ അങ്ങ് കാസർഗോഡ്, അല്ലെങ്കിൽ മഞ്ചേശ്വരം മുതൽ അങ്ങ് പാറശാല വരെയുള്ള ഗ്രാമാന്തരങ്ങളിൽ ഈ തട്ടിപ്പിന്റെ ആഴത്തിൽ ഡീപ്പ് റോഡ് വേരുകൾ ഉണ്ടായത്. CSR കിട്ടില്ല എന്ന് വളരെ നല്ല ബോധ്യത്തിലും തട്ടിപ്പ് തുടർന്നു, ശ്രീമതി ലാലി വിൻസെന്റ്. അത് CSR കിട്ടുകയില്ല എന്നൊരു ബോധ്യമില്ലായിരുന്നു. ഇവരുടെ ലേമർഡിനിൽ നടത്തിയ 3 ദിവസത്തെ പരിപാടിയിൽ CSR എങ്ങനെ കിട്ടണമെന്ന് പഠിപ്പിക്കാൻ ഡൽഹിയിൽ നിന്ന് നിഖിൽ പന്ത് പോലെയുള്ള വിശിഷ്ടങ്ങളായ വ്യക്തികൾ വന്നിരുന്നു. NGOസിനെ ഇരുത്തി CSR ഫണ്ട് തയ്യാറാക്കാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എറണാകുളത്ത് ഗോകുലം പാർക്കിലും NGOസിനെ ഇരുത്തി CSR ഫണ്ട് ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി. ഈ ഫെബ്രുവരി 10 മുതലാണ് പ്രോജക്റ്റ് നൽകേണ്ട സമയം. അതിനുവേണ്ടി പഠിപ്പിക്കാൻ നിഖിൽ പന്ത് വന്നിരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ട്രസ്റ്റ് ഡീഡിലും CSR ഫണ്ട് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുമെന്നുണ്ടായിരുന്നു. അത് ആനന്ദകുമാറിന്റെ സത്യസായി ട്രസ്റ്റിനും NGO കോൺഫെഡറേഷനിലെ 25ഓളം NGOസിനും CSR ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അവരുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്.
അല്ലെ ആനന്ദകുമാർ ഇത് പറയുന്നത് എനിക്കറിയില്ല, എനിക്ക് ഈ അനന്തുവിനെ അറിയില്ല. അനന്തു ഈ കോൺഫെഡറേഷൻ ഉണ്ടാക്കി ഇടയ്ക്കെപ്പോഴോ വന്നു എന്നതല്ലാതെ ഈ പറഞ്ഞ ഇടപാടുകൾ എനിക്കൊരു ബന്ധവും ഇല്ലെന്നാണ് അനന്തുകുമാർ പറയുന്നത്. അതങ്ങനെയാണോ ശ്രീമതി ലാലി വിൻസെന്റ്? അദ്ദേഹത്തെ പോലെ ഞാൻ വളരെ മാന്യനെന്ന് വിചാരിച്ചിരുന്ന ആളാ. ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ വലിയ ബഹുമാനിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തെ പോലെ ഇങ്ങനെ ഒരാൾ കള്ളം പറയാൻ പാടില്ല. 100% കള്ളമാണ്. ശരി, താങ്ക് യു ശ്രീമതി ലാലി വിൻസെന്റ്. ഞാൻ